ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ വേൾഡ് ഓഫ് കാർബൺ അല്ലെങ്കിൽ കാർബണിന്റെ ലോകം എന്നതിന്റെ ആദ്യത്തെ ഭാഗം കണ്ടു. അപ്പോൾ അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ സെഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ കണ്ടിരുന്നു. അതിൽ വജ്രവും ഗ്രാഫൈറ്റ് നമ്മൾ കണ്ടു. ആ ഒരു ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളിൽ പിന്നെ വരുന്ന രണ്ടെണ്ണമാണ് ഫുള്ളറീൻസും ഗ്രാഫീനും. ആ ഫുള്ളറീനും ഗ്രാഫീനും നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രത്യേക കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫുള്ളറീൻസ് കണ്ടല്ലോ. ഫുള്ളറീൻസ് നോക്കൂ. ഈ ഫുള്ളറീന്റെ ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ ഒരു ഗോളത്തിന്റെ ആകൃതി അല്ലെങ്കിൽ ഒരു സ്പിയറിന്റെ ആകൃതിയിലാണ് ഇരിക്കുന്ന ഈ ഒരു ഫുള്ളറീൻ എന്ന് പറയുന്ന ആ ഒരു രൂപാന്തരം ഇരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഗോളം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് നോക്കിക്കേ. 5 വശങ്ങൾ അല്ലെ, 5 വശങ്ങളുള്ള ഒരു ഷേപ്പാണ് പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം. പിന്നെ അതോടൊപ്പം തന്നെ അതിന്റെ തൊട്ടടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഷേപ്പ് കാണാൻ പറ്റും? 6 വശങ്ങളുള്ള ഷഡ്ഭുജം അല്ലെങ്കിൽ ഹെക്സഗൺ കാണാൻ പറ്റും. അപ്പോ പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറീൻസിനുള്ളത്. ഓക്കെ, അതിന്റെ ഉള്ളിൽ പൊള്ളയാണ് കണ്ടോ. ഇവിടെ നീല നിറത്തിൽ കാണിച്ചേക്കുന്നതൊക്കെ കാർബൺ ആറ്റങ്ങളാണ്. അപ്പോൾ പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയും ചേർന്നിട്ടുള്ള പൊള്ളയായിട്ടുള്ള ഒരു ഗോളത്തിന്റെ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു ഘടനയാണ് ഫുള്ളറീൻസിനുള്ളത്. ഈ ഒരു ഗോളത്തിന്റെ ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ബക്കി ബോൾസ് എന്ന് വിളിക്കുന്നു. അത് PYQ ആണ്. ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന കാർബൺ രൂപാന്തരം ഏത് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇപ്പൊ ബോളിന്റെ രൂപത്തിലാണ് നമുക്ക് ഈ ഒരു ഫുള്ളറീൻ കണ്ടത്. ഇനി ട്യൂബിന്റെ ആകൃതിയിലുള്ള ഫുള്ളറീനുകളും ഉണ്ട്. ട്യൂബിന്റെ ആകൃതിയിലുള്ള ഫുള്ളറീനുകളും ഉണ്ട്. ഇതിനെ നമ്മൾ ബക്കി ട്യൂബ്സ് എന്നാണ് വിളിക്കുന്നത്. ബക്കി ട്യൂബ്സ്. ഓക്കെ, ബക്കി ട്യൂബ്സ് എന്ന് വിളിക്കും. നമ്മുടെ CNT അല്ലെങ്കിൽ കാർബൺ നാനോ ട്യൂബുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ, കാർബൺ നാനോ ട്യൂബുകൾ. ഓക്കെ, ഈ ബക്കി ട്യൂബ്സിനാണ് നമ്മൾ കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാനോ ടെക്നോളജി എന്ന് എല്ലാവരും കേട്ടിട്ടില്ലേ? നാനോ ടെക്നോളജി. ഈ നാനോ ടെക്നോളജിയിൽ ഒരുപാട് സംഭാവനകൾ അല്ലെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റ്സിന് കാരണമായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ പറയുന്ന കാർബൺ നാനോ ട്യൂബുകൾ. അപ്പൊ കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കാർബൺ നാനോ ട്യൂബുകൾക്ക്. ആ കാർബൺ നാനോ ട്യൂബുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആരെ എന്ന് ചോദിച്ചാൽ ബക്കി ട്യൂബുകളെയാണ്, അല്ലെങ്കിൽ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനുകളെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനുകളെ. ഓക്കെ, മനസ്സിലായി. പിന്നെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഫുള്ളറീനിൽ 60 കാർബൺ ആറ്റങ്ങൾ ഉണ്ടായിരുന്നു. 60 കാർബൺ ആറ്റങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫുള്ളറീൻസിനെ C60 എന്ന് വിളിക്കാറുണ്ട്. C60 എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാലും അത് ഫുള്ളറീൻ ആണ്. എല്ലാ ഫുള്ളറീൻസിനും 60 കാർബൺ ആറ്റം ഉണ്ടെന്നല്ല പറയുന്നത്. ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ഫുള്ളറീനിൽ 60 കാർബൺ ആറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് C60 എന്ന് നമ്മൾ ഫുള്ളറീൻസിനെ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഇതും ഒരു ക്രിസ്റ്റലീയ രൂപാന്തരമാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് ഗ്രാഫീൻ ആണ്. ഓക്കെ, ഗ്രാഫീൻ. നമ്മൾ ഗ്രാഫൈറ്റ് കണ്ടപ്പോൾ ഈ പാളിയായിട്ട് നമ്മൾ കണ്ടിരുന്നു, ഓർമ്മയുണ്ടോ? പാളികളായിട്ട് ഹെക്സഗണൽ ഷേപ്പ്, ഷഡ്ഭുജത്തിന്റെ ഷേപ്പിലുള്ള ഓരോരോ പാളികൾ കണ്ടു. ആ പാളികളെ തമ്മിൽ ബന്ധിപ്പിച്ചത് വാണ്ടർവാൾസ് ബലങ്ങളാണ് നമ്മൾ കണ്ടു. ഇതിൽ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രാഫീൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാളികൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള സംഗതിയാണ് ഗ്രാഫൈറ്റ്. ഈ ഗ്രാഫൈറ്റിൽ കാണുന്ന ഒരു പാളിക്ക് സമാനമായിട്ടുള്ള ആളാണ് ആര്? ഗ്രാഫീൻ. അപ്പൊ നമുക്ക് നോക്കാം. ഇത് കാണുന്നത് ഗ്രാഫീൻ ആണ് കേട്ടോ. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളിയാണ് ഗ്രാഫീൻ. ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രാഫീൻ. ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഗ്രാഫീൻ എന്ന് പറയാം. അതായത് ഗ്രാഫീൻ പലവട്ടം ഗ്രാഫീൻസ് ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കണം ഗ്രാഫൈറ്റ് ഫുള്ളറീനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഗ്രാഫൈറ്റിന്റെയും ഫുള്ളറീന്റെയും ഒക്കെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഗ്രാഫീൻ എന്ത് ചെയ്യാം എന്ന് നമുക്ക് പറയാം. ഇനി ഗ്രാഫീന്റെ പ്രധാനപ്പെട്ട സവിശേഷതകള്, സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലം ആർക്കുണ്ട്? ഗ്രാഫീനുണ്ട്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ തന്നെ ഉരുക്ക്, നല്ല കട്ടിയുള്ള വസ്തുവാണ്. അതിനേക്കാളും 200 മടങ്ങ് ബലം ആർക്കുണ്ട്? നമ്മുടെ ഗ്രാഫീനുണ്ട്. ഇനി താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമാണ്. താപത്തെയും വൈദ്യുതിയെയും നന്നായി കടത്തിവിടുന്ന ആളാണ് ആര്? ഗ്രാഫീൻ. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന പദാർത്ഥമായിട്ട് ഗ്രാഫീൻ ഇതിനകം മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കാർബൺ നാനോ ട്യൂബുകൾ പറഞ്ഞ പോലെ തന്നെ നാനോ ടെക്നോളജിയിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഈ ഗ്രാഫീൻ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളെ കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു കാർബൺ രൂപാന്തരങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളും അമോർഫസ് രൂപാന്തരങ്ങളും.
അതിൽ അമോർഫസ് കാർബണിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. എന്താണ് അമോർഫസ്? വ്യക്തമായിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബൺ രൂപാന്തരങ്ങൾക്കാണ് നമ്മൾ അമോർഫസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി, ഇതിനൊന്നും തന്നെ ക്രിസ്റ്റൽ ആകൃതി ഇല്ല. ഇങ്ങനെ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത ഇത്തരം രൂപാന്തരങ്ങളാണ് അമോർഫസ് കാർബൺ അല്ലെങ്കിൽ അമോർഫസ് രൂപാന്തരങ്ങൾ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാർബൺ സംയുക്തങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പൊ കാർബൺ സംയുക്തങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടെന്നറിയാം. നമ്മൾ ശ്വസനത്തിന്റെ ഫലമായി പുറത്തേക്ക് വിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് അറിയാം. കത്തിക്കുന്ന സമയത്ത് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ടെന്ന് അറിയാം. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് നല്ലൊരു നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംയുക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അന്തരീക്ഷ വായുവിലെ പ്രധാന കാർബൺ സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ കാർബണിക വസ്തുക്കളോ വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന സംയുക്തവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി പരീക്ഷണശാലയിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിർമ്മിക്കുന്ന വിധം ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു പാത്രത്തിലേക്ക് കാൽഷ്യം കാർബണേറ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ് കാൽഷ്യം കാർബണേറ്റിന്റെ രാസസൂത്രം? CaCO3 ആണ് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, അപ്പൊ കാൽഷ്യം കാർബണേറ്റും HCl കൂടെ നമ്മൾ ഒരുമിച്ച് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന വാതകത്തെ ഒരു ട്യൂബ് വഴി നമ്മൾ ഒരു ഗ്യാസ് ജാറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളിത് നേരത്തെ ഉള്ള പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ആസിഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു എന്നൊരു സംഗതി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ്. HCl ഒരു ആസിഡ് ആണ്. കാൽഷ്യം കാർബണേറ്റിൽ കാർബണേറ്റ് ഉണ്ട്. അപ്പം ആസിഡും കാർബണേറ്റും കൂടി പ്രവർത്തിച്ചപ്പോൾ എന്തുണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടി. ഓക്കെ, ശരി. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏതെല്ലാം അഭികാരകങ്ങളാണ് ഉപയോഗിക്കുന്നത്? അഭികാരകം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആൾക്കാർ, റിയാക്ടൻസ്. ആരൊക്കെയാണ് ഇവിടെ? കാൽഷ്യം കാർബണേറ്റും HCl ആണ് അല്ലെ. കാൽഷ്യം കാർബണേറ്റും HCl. ഈ റിയാക്ഷൻ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് LPUP പോലത്തെ എക്സാം എഴുതുന്നവരാണെങ്കിൽ റിയാക്ഷൻസിനൊക്കെ നിങ്ങൾ ഒന്നും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. കാൽഷ്യം കാർബണേറ്റും HCl കൂടി ചേർന്നിട്ട് എന്തുണ്ടായി? ഈ Caയും Clഉം ചേർന്ന് CaCl2 കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. H2O വെള്ളം ഉണ്ടാകുന്നു. കൂടെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. കാൽഷ്യം ക്ലോറൈഡ്, H2O, CO2. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വന്നു. ഇവിടെ ഉണ്ടായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയാം? കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രത്യേകത എന്താണ്? തീ കെടുത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അറിയോ നിങ്ങൾക്ക്? തീ കെടുത്തുന്നത്. സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജൻ, കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ, ജ്വലനത്തെ നിയന്ത്രിക്കുന്നത് നൈട്രജൻ, തീ കെടുത്തുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്ക് ജസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രത്യേകതകൾ നമുക്ക് ഒന്ന് നോക്കാം. നിറമുണ്ട്, നിറമില്ല. നിറമുണ്ടോ? ഇല്ല, നിറമില്ല. കാർബൺ ഡൈ ഓക്സൈഡിന് നിറമില്ല. ജ്വലന സഹായിയാണോ? അല്ല. നമുക്ക് തീ കെടുത്താൻ സഹായിക്കുന്ന ആളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ജ്വലന സഹായി അല്ല. ഗന്ധമുണ്ടോ? ഗന്ധമില്ല. കാർബൺ ഡൈ ഓക്സൈഡിന് മണമൊന്നുമില്ല, ഗന്ധമില്ല. വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണോ കുറവാണോ? എന്താ തോന്നുന്നേ? ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. ഈ ചിത്രത്തിൽ നമ്മൾ ഈ ഗ്യാസ് ജാർ നമ്മൾ നേരെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലെ. സാധാരണഗതിയിൽ ഒരു വാതകം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അത് എന്ത് ചെയ്യും? അത് മേളിലേക്ക് പൊങ്ങിപ്പോവും. അപ്പൊ നമ്മളിങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലേക്ക് എസ്കേപ്പ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെങ്ങനെ തുറന്നു വെക്കത്തില്ലല്ലോ. ഇല്ല. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രത നമ്മുടെ വായുവിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് പൊങ്ങിപ്പോവാണ്ട് അത് ആ ഒരു ഗ്യാസ് ജാറിന്റെ താഴെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തുറന്നു വെക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അതല്ല, സാന്ദ്രത കുറഞ്ഞ വാതകങ്ങളാണെങ്കിൽ നമ്മൾ കമിഴ്ത്തി വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിനെ കളക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അടഞ്ഞ പാത്രത്തിലായിരിക്കും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉയർന്നു പോകില്ല. അതായത് അതിന്റെ സാന്ദ്രത കൂടുതലാണ്. അത് താഴേക്ക് തന്നെ ആയിരിക്കും കളക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡിന് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണോ കുറവാണോ? സാന്ദ്രത കൂടുതലാണ്. വായുവിനേക്കാൾ സാന്ദ്രത കാർബൺ ഡൈ ഓക്സൈഡിന് കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ജലീയ ലായനി ആസിഡ് ആണോ ആൽക്കലി ആണോ? നമ്മൾ കഴിഞ്ഞ ആസിഡുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അലോഹ ഓക്സൈഡുകൾ എന്ത് സ്വഭാവം കാണിക്കുന്നു? അലോഹം ആസിഡ് സ്വഭാവം കാണിക്കുന്നു അല്ലെ. അലോഹ ഓക്സൈഡുകൾ ആസിഡ് സ്വഭാവം കാണിക്കുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ജലീയ ലായനി ആസിഡ് ആണ്. ആസിഡ് സ്വഭാവമാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ജലീയ ലായനി കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് സോൾട്ട് തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ലവണം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഈ ലവണം കാർബണേറ്റ് അടങ്ങിയ ലവണമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ലവണം കാർബണേറ്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ കാർബണേറ്റ് അല്ലേ, അതൊരു വെളുത്ത പൊടി ആയിരിക്കും. നമ്മുടെ കയ്യിൽ ഒരു വെളുത്ത പൊടി കൊണ്ട് തരുമ്പോൾ ഇത് കാർബണേറ്റ് അടങ്ങിയ ലവണമാണോ അല്ലയോ നമുക്ക് അറിയത്തില്ല. അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്.
ഈ തന്നിരിക്കുന്ന ലവണത്തിലേക്ക് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, തന്നിരിക്കുന്ന ലവണത്തിലേക്ക് കുറച്ച് എന്ത് ചേർക്കണം? HCl ചേർക്കണം. HCl ചേർക്കുമ്പോൾ കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ആസിഡും കാർബണേറ്റും കൂടി ചേർന്നിട്ട് ആരുണ്ടാകണം? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകണം അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാവണം. ഈ വാതകത്തിനെ നമ്മൾ എങ്ങോട്ടേക്ക് കടത്തിവിടുന്നു? ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക്. എന്ത് ചെയ്യുന്നു? ചുണ്ണാമ്പ് വെള്ളം. ഓക്കെ, കുറച്ച് ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് നമ്മൾ ഈ വാതകത്തിനെ ഇങ്ങനെ കടത്തിവിടുകയാണ്. ഇങ്ങനെ കടത്തിവിടുന്ന സമയത്ത് ഈ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാവുകയാണെങ്കിൽ, മിൽക്കി ആവുകയാണെങ്കിൽ, പാൽ നിറം അല്ലെങ്കിൽ ഒരു മിൽക്കിന്റെ കളർ, മിൽക്കി കളറിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അവിടെ ഉണ്ടായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നിരിക്കുന്ന ലവണം എന്തായിരിക്കും? നമ്മുടെ ലവണം കാർബണേറ്റ് ആയിരിക്കും. ഇതൊരു PYQ ആണ്. ഓക്കെ, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏത് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ലവണത്തിലേക്ക് കുറച്ച് HCl ചേർക്കുക. അവിടെ ഒരു വാതകം ഉണ്ടായി. ആ വാതകത്തിനെ നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിൽ കൂടെ കടത്തി വിടുമ്പോൾ പാൽ നിറമാവുകയാണെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി, ആസിഡുമായിട്ട് എന്തോ ഒരു സാധനം പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി എന്ന് പറയണമെങ്കിൽ ആ പ്രവർത്തിച്ച ആൾ ആരായിരിക്കണം? ഒരു കാർബണേറ്റ് അടങ്ങിയ ലവണമായിരിക്കണം. കാരണം നമുക്കറിയാം കാർബണേറ്റുകൾ ആസിഡുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഓക്കെ, ഇനി നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. ശ്വസിക്കാനാണെങ്കിൽ ഓക്സിജൻ ആണ്, പക്ഷെ പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ നോക്കൂ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ കുറച്ചു ഭാഗം ജലത്തിലേക്ക് ലയിക്കുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ട്, ജലത്തിലേക്ക് ലയിച്ച് നമ്മുടെ സമുദ്രങ്ങളിലേക്ക്, നമ്മുടെ ജലാശയങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് മാർഗങ്ങളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഇനി ഈ നമ്മുടെ സസ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളായിക്കോട്ടെ, എന്തിന്റെയും വിഘടനത്തിന്റെ ഫലമായിട്ട് അവയെ നമ്മൾ കത്തിക്കുമ്പോൾ ആ ജീവികൾ ശ്വസിക്കുന്നതിന്റെ ഫലമായിട്ടൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. ഇനി നിങ്ങൾ ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസിനെ പറ്റി കേട്ടിട്ടില്ലേ? സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ കോടിക്കണക്കിന് വർഷം നമ്മുടെ മണ്ണിന്റെ അടിയിൽ പെട്ടുപോയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. അപ്പോൾ അതിന്റെയൊക്കെ എക്സാമ്പിൾ ആണ് കൽക്കരി, പ്രകൃതിവാതകമൊക്കെ അതിന്റെ എക്സാമ്പിളുകളാണ് അല്ലെ. അപ്പോൾ ഈ ഒരു സസ്യങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ നശിച്ചിട്ട് ആ ഒരു ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാകുന്നു. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം പോലത്തെ ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാകുന്നു. ആ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിന്റെ ഫലമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ആകുന്നുണ്ട്. ഓക്കെ, ഇനി മൃഗങ്ങൾ സസ്യങ്ങളെ ആശ്രയിക്കുന്നു, ആഹാരം കഴിക്കുന്നു. ഈ മൃഗങ്ങൾ ശ്വസിക്കുന്നതിന്റെ ഫലമായിട്ടും ഇവ ജീർണിക്കുന്നതിന്റെ ഫലമായിട്ടും അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നുണ്ട്. ഇനി ഈ ജലത്തിൽ കാർബൺ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ജലത്തിലേക്ക് കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഈ നമ്മുടെ ഈ ചിപ്പി പോലത്തെ മത്സ്യങ്ങൾ, ഷെല്ലുകൾ, തോടൊക്കെയുള്ള മത്സ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, ജലജീവികളും ഷെല്ലുകളും ഒക്കെ ഉണ്ടല്ലോ, ഷെൽസ്, ഇതൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ചോക്കും ചുണ്ണാമ്പ് കല്ലും ഒക്കെ ഉണ്ടാവുന്നു. ഇവന്മാര് ചൂട് കൊണ്ട് വിഘടിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട്. അതേപോലെ ഈ ഷെല്ലുകളും ജലജീവികളും ഒക്കെ ജീർണിക്കുന്നതിന്റെ ഫലമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാർബണിന്റെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ പല പല മാർഗങ്ങളിലൂടെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഒരു പരിധിയിൽ കൂടുതലാകുന്നത് നല്ലതാണോ? നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം. അപ്പൊ ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകം ഏത് എന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതേപോലെ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചാലും അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. നമ്മുടെ സൂര്യന്റെ പ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നുണ്ട് അല്ലെ. സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഈ സൂര്യന്റെ ചൂടിന് കാരണമാകുന്ന കിരണങ്ങൾ ഏതാണ്? സൂര്യന്റെ ചൂടിന് കാരണമാകുന്ന കിരണങ്ങൾ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്, അല്ലെങ്കിൽ IR റേസ് ആണ്. താപകിരണങ്ങൾ, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് IR ആണ്, ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. ഓക്കെ, നമ്മുടെ ഈ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഭൂമിയിലേക്ക് വരുന്നു, ചൂട് നമുക്ക് കിട്ടുന്നു. തിരിച്ചവന്മാർ എന്ത് ചെയ്യും? തിരിച്ചവന്മാർ എസ്കേപ്പ് ചെയ്ത് പോകാറുണ്ട്, ഭൂമിയിൽ നിന്നും തിരിച്ചു പുറത്തേക്ക് പോകാറുണ്ട്. പക്ഷെ നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നറിയോ? ഈ തിരിച്ചു പോകുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങളെ പിടിച്ച്
ആഗിരണം ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് തന്നെ അയക്കും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഭൂമിയിൽ എപ്പോഴും നല്ലൊരു ചൂട് ഇങ്ങനെ നിലനിന്ന് പോകും. ഇത് നമുക്ക് നല്ലതാണോ? നമുക്ക് നല്ലതാണ്. കാരണം നമുക്ക് തീരെയും ചൂടില്ലാതെ അതിശൈത്യമായി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ തിരിച്ചു പോകുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങളെ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ വാതകങ്ങളാണ്. ഓക്കെ, ഇത് നല്ലൊരു പരിപാടിയാണ്. നമ്മുടെ ഭൂമിയിലെ ചൂട് കറക്റ്റായിട്ട് നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ഈ ഒരു പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹരിതഗൃഹ പ്രഭാവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ ഹരിതാലയ പ്രഭാവം എന്ന് എഴുതിയിട്ടുണ്ട്. ഹരിതഗൃഹ പ്രഭാവം ആയിരിക്കും നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള വാക്ക്. അപ്പൊ അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്നതിനെ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നു. ഓക്കെ, എങ്ങനെയാ താപനില ഉയരുന്നത്? ഈ IR എന്ന് പറഞ്ഞാൽ ചൂട് കൊണ്ടുവരുന്ന കിരണങ്ങളല്ലേ. ഈ കിരണങ്ങളെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ചൂട് കൂടും. അപ്പൊ ഇത് നല്ലതാണ്. ഹരിതഗൃഹ പ്രഭാവം നല്ലതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ ഇതൊരു പരിധിക്ക് അപ്പുറമായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമ്മൾ എല്ലാവരും ഇപ്പൊ ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പ്രശ്നം അല്ലേ. നമുക്ക് ഭയങ്കര ചൂടല്ലേ. ഈ ചൂട് നമുക്ക് താങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചൂട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ഒരുപാട് ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് ഭൂമിയിലേക്ക് തരുന്നു. അതിന്റെ ഫലമായിട്ട് ഭൂമിയിലെ ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണ്. ഈ ഒരു പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ ഹരിതഗൃഹ പ്രഭാവം മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ശരാശരി താപനില ഉയരുന്നു. ഇതിനെ നമ്മൾ ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകം ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനി ഏത് എന്ന് ചോദിച്ചാലും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായി. പിന്നെ ഈ ആഗോളതാപനം ഒരുപാടായി കഴിഞ്ഞാൽ മഞ്ഞ് പാളികളൊക്കെ ഉരുകിപ്പോകും അല്ലെ. നമ്മുടെ കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാകും, കാർഷിക രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ പല പ്രശ്നങ്ങളും അന്തരീക്ഷത്തിൽ ആഗോളതാപനം നടക്കുന്നതിന്റെ ഫലമായിട്ട് ഉണ്ട്. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗങ്ങളിലേക്ക് പോകാം. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ്. സോ അഗ്നിശമനികളിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ജലം പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡ എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ പൊട്ടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാസ് പുറത്തേക്ക് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അതെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നിങ്ങൾ അതിന്റെ കുപ്പി നോക്കിക്കഴിഞ്ഞാൽ കാർബണേറ്റഡ് വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ടാകും. സോഡയൊക്കെ വാങ്ങുമ്പോൾ കാർബണേറ്റഡ് വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ജലവും കാർബൺ ഡൈ ഓക്സൈഡും ചേർത്തിട്ടാണ് സോഡ നിർമ്മിക്കുന്നത്. വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ എന്നിവയുടെ നിർമ്മാണത്തിന് അപ്പക്കാരവും അലക്കുകാരവും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിക്കുന്നുണ്ട്. യൂറിയ പോലെയുള്ള രാസവള നിർമ്മാണത്തിന് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. യൂറിയ പോലത്തെ രാസവള നിർമ്മാണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നു. അടുത്തത്, നമ്മൾ ഈ ഓക്സിജൻ മാസ്ക് ഒക്കെ രോഗികൾക്ക് വെച്ച് കൊടുക്കാറില്ലേ? ശ്വാസം തടസ്സങ്ങളുള്ള ആൾക്കാർക്ക് കൃത്രിമമായിട്ട് ശ്വാസോച്ഛ്വാസം നമ്മൾ കൊടുക്കാറുണ്ട്. അതിന് ഉപയോഗിക്കുന്ന ആളാണ് കാർബോജൻ. നമ്മൾ ആ ഒരു സിലിണ്ടറിനകത്ത്, ഓക്സിജൻ സിലിണ്ടർ എന്ന് നമ്മൾ പറയില്ലേ, അതിനകത്ത് നമ്മൾ നിറയ്ക്കുന്നത് കാർബോജൻ എന്ന് പറയുന്ന ഒരു ആളിനെയാണ്. ഓക്കെ, ഈ കാർബോജൻ പ്യുവറായിട്ടും ഓക്സിജൻ അല്ല. ഒരു 95% ഓക്സിജനും ഒരു 5% കാർബൺ ഡൈ ഓക്സൈഡും ചേർത്തിട്ടാണ് കാർബോജൻ നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അടുത്തത് ഇത് PYQ ആണ്. അടുത്തതും PYQ ആണ് കേട്ടോ. എന്താണ് ഡ്രൈ ഐസ്? എന്താണ് ഡ്രൈ ഐസ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപമാണ്, അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് പറയുന്ന പേരാണ് ഡ്രൈ ഐസ്. ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇതൊരു ശീതീകാരിയാണ്. തണുപ്പ് കിട്ടാനുള്ള ഒരു കൂളന്റ് ആയിട്ട്, ശീതീകാരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഈ സ്റ്റേജ് ഷോയിലും സിനിമകളിലും ഒക്കെ നമ്മളൊരു പുകമയം അല്ലെങ്കിൽ പുക പോലെ മേഘ സമാനമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്, അല്ലെങ്കിൽ ഡ്രൈ ഐസിനെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഡ്രൈ ഐസ് ഒക്കെ PYQ ആണ് കേട്ടോ. ഡ്രൈ ഐസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ആൻസർ വന്നിട്ടുണ്ട്. സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡ്രൈ ഐസ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചിരുന്നാൽ മതിയാകും. ഇത് നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന ഒരു സംഗതിയാണ്. ഇത് എന്താണ്? ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ്. ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിങ്ക്വിഷർ വിഭാഗത്തിൽ പെടുന്ന ഒരു ഉപകരണമാണ് ഈ കാണിച്ചിരിക്കുന്ന സാധനം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ
ജീവിച്ചിരിക്കുന്ന രാസവസ്തു എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ABC ഡ്രൈ പൗഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രാസവസ്തുവാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണിത് ABC ഡ്രൈ പൗഡർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണോ അമോണിയം ഫോസ്ഫേറ്റിന്റെയും അമോണിയം സൾഫേറ്റിന്റെയും മിശ്രിതമാണ് ഈ പറയുന്ന ABC ഡ്രൈ പൗഡർ. അപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ABC ഡ്രൈ പൗഡർ ആണ്. മോണോ അമോണിയം ഫോസ്ഫേറ്റിന്റെയും അമോണിയം സൾഫേറ്റിന്റെയും മിശ്രിതമാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിങ്ങനെ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഇത് സ്പ്രേ ചെയ്യണം അല്ലെ. അപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അത് ഉരുകുകയും ഇതിനകത്തുള്ള പൗഡർ ഉരുകുകയും ആ തീ പിടിച്ച പദാർത്ഥത്തിന്റെ പുറത്ത് ഇതൊരു കവറിംഗ് പോലെ ആവുകയും ചെയ്യുന്നു. അങ്ങനെ കവറിംഗ് പോലെ ആകുമ്പോൾ തുടർന്ന് ഈ പദാർത്ഥം വീണ്ടും വീണ്ടും തീ പിടിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്തരം അഗ്നിശമനികൾ DCP അഗ്നിശമനികൾ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, ചോദിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. ഈ ഒരു മിശ്രിതം ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കാർബൺ മോണോക്സൈഡിനെ പറ്റിയിട്ടാണ്. CO ആണ് കാർബൺ മോണോക്സൈഡ്. CO നമ്മുടെ കാർബൺ ധാരാളമായിട്ട് ഓക്സിജനുമായിട്ട് ചേർന്നുണ്ടാകുന്ന വാതകമാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ആവശ്യത്തിന് ഓക്സിജൻ ഇല്ല, ഓക്സിജൻ കുറവാണ്. ഓക്കെ, ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്, കാർബണിന്റെ അളവ് വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നോക്കിയേ, ഇവിടെ അതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ സമീകരിച്ച രാസസമവാക്യം എഴുതിയിട്ടുണ്ട്. 2C+O2 gives 2CO. നമ്മളിപ്പോ തീ കത്തിക്കുന്നു, അടുപ്പിൽ തീ കത്തിക്കുന്നു, വിറകൊക്കെ വെച്ച് തീ കത്തിക്കുന്നു, നന്നായിട്ട് തീ കത്തുന്നുണ്ട്, ധാരാളമായിട്ട് ഓക്സിജന്റെ എന്താണ് സപ്ലൈ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണല്ലോ. ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് തീ കത്തുന്നു, അവിടെ പുറത്തേക്ക് വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി നമ്മൾ ഈ ഒരു അടുപ്പിൽ നന്നായിട്ട് വിറക് കുത്തിചെരുക്കി വെച്ചിരിക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കരിയില നമ്മൾ നന്നായിട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്ന ആലോചിക്കുക. അവിടെ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടാവില്ല, സ്ഥലമില്ല, ഒട്ടും എയർ സർക്കുലേഷന് സ്ഥലമില്ല. നമ്മൾ കുത്തി ഞെരുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, തിക്കി നന്നായിട്ട് ഞെരിഞ്ഞിരിക്കുകയാണ് എല്ലാ വസ്തുക്കളും. ഇങ്ങനെ വരുന്ന സമയത്ത് നന്നായിട്ട് അവിടെ തീ കത്തുന്നില്ല, അവിടെ ഒരു വല്ലാത്ത കട്ടിയുള്ള വെളുത്ത പുക വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നന്നായിട്ട് തീ കത്തുന്ന സമയത്ത് അവിടെ പുക ഉണ്ടാവത്തില്ല, പക്ഷെ നമ്മൾ നന്നായിട്ട് തിങ്ങിയിരിക്കി വസ്തുക്കളെ കത്തിക്കുമ്പോൾ നന്നായിട്ട് കട്ടിയുള്ളൊരു വെളുത്ത പുക അവിടെ വരും അല്ലെ. അവിടെ ഉണ്ടാകുന്നത് എന്താണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ അവിടെ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് വരുന്നത്. ഇതൊരു വിഷവാതകമാണ്. ഒരുപാട് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ മരണത്തിന് പോലും കാരണമായേക്കാവുന്ന ഒരു വാതകമാണ് കാർബൺ മോണോക്സൈഡ്. അപ്പൊ കാർബണിന്റെ അളവ് കൂടുകയോ ഓക്സിജന്റെ അളവ് കുറയുകയോ ചെയ്താൽ പ്രവർത്തനം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആണ്. ഇതൊരു വിഷവാതകമാണ്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. അപ്പൊ പൂർണ്ണ ജ്വലനത്തിൽ ഉണ്ടാകുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപൂർണ ജ്വലനത്തിൽ ഉണ്ടാകുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് കാർബൺ മോണോക്സൈഡ് ആണ്. ഇനി നമ്മുടെ ബയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ രക്തത്തിൽ ഓക്സിജനെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ സഹായിക്കുന്നത് ആരാണ്? RBC ആണ്, അല്ലെങ്കിൽ അരുണ രക്താണുക്കളാണ്, അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളാണ്. നമ്മുടെ ശരീരത്തിലുള്ള RBC ആണ് ഓക്സിജനെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ സഹായിക്കുന്നത്. RBCയിൽ കാണുന്ന ഹീമോഗ്ലോബിൻ, ഓക്കെ, ഹീമോഗ്ലോബിൻ ആണ് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അതായത് ഇതിപ്പോ ഒരു ഹീമോഗ്ലോബിൻ ആണെന്ന് വിചാരിക്കും, ഇതിപ്പോ ഒരു ഹീമോഗ്ലോബിന്റെ തന്മാത്രയാണ് നിങ്ങൾ ജസ്റ്റ് വിചാരിക്കാം. ഓക്കെ, ഈ ഹീമോഗ്ലോബിൻ നമ്മുടെ ഓക്സിജനുമായിട്ട് ചേരുന്നു. ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സംയുക്തം ഉണ്ടാകുന്നു. ഈ സംയുക്തം നമ്മുടെ രക്തത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമുള്ള ഭാഗത്തേക്ക് എത്തിയിട്ട് ഈ ഓക്സിജനെ ആ കോശങ്ങൾക്ക് കൊടുത്തിട്ട് ഹീമോഗ്ലോബിൻ വീണ്ടും ഫ്രീ ആകുന്നു. ആ ഹീമോഗ്ലോബിന് പിന്നെയും ഓക്സിജനെ എടുത്തു കൊണ്ടുവന്ന് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. നമ്മൾ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ ഈ ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡുമായി ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വളരെ സ്ഥിരത കൂടിയ ഒരു സംയുക്തമായിട്ട് മാറുന്നു. ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡുമായി ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സംയുക്തമായിട്ട് മാറുന്നു. ഈ ഒരു സംയുക്തം ഭയങ്കര സ്ഥിരതയുള്ള സംയുക്തമാണ്. ഇത് പിന്നീട് എന്ത് ചെയ്യില്ല, ഈ ഹീമോഗ്ലോബിൻ തന്മാത്രേനെ സ്വതന്ത്രമാക്കത്തില്ല. അതായത് ആ ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ആ ഹീമോഗ്ലോബിൻ തന്മാത്ര നശിച്ചു പോകും. പിന്നീട് ഇതിന് ഓക്സിജനെ വഹിക്കാനുള്ള ശേഷി ആ ഹീമോഗ്ലോബിൻ ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ ശരീരത്തിന് ലഭിക്കാതെ വരികയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഒരു വിഷവാതകമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതൊരു വിഷവാതകമാണ്, പക്ഷെ ഇതിന് കുറച്ച് ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഉപയോഗങ്ങൾ ഈ കാർബൺ മോണോക്സൈഡിനുണ്ട്. ആ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുന്നേ ഈ കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ അപൂർണ ജ്വലനത്തിന്റെ ഫലമായിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുമെന്ന് അറിയാം. വാഹനങ്ങളിലെ പുക, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ.
വാഹനങ്ങളിലെ പുകയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാതകം ഏതാന്ന് ചോദിച്ചാൽ അത് കാർബൺ മോണോക്സൈഡ് ആണ്. വാഹനങ്ങളുടെ പുകയിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിഷവാതകം കാർബൺ മോണോക്സൈഡ് ആണ്. ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. വാതക ഇന്ധനമായിട്ട് കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. വാതക ഇന്ധനമായിട്ട് കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്യുന്നു. ഇനി വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്ന മിശ്രിതമാണ് വാട്ടർ ഗ്യാസ്. ഇന്ധനമാണ് കേട്ടോ ഇത്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന സംയുക്തമാണ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നുള്ളത്. ഇത് രണ്ടും പരീക്ഷയ്ക്ക് പല വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്നു. നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ലോഹ നിർമ്മാണം പഠിക്കുന്നുണ്ട്. അന്നേരം ഈ നിരോക്സീകാരിയായിട്ട് കാർബൺ മോണോക്സൈഡിനെ പറ്റി നമ്മൾ പഠിക്കും. അപ്പൊ ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി ആരും ഉപയോഗിക്കുന്നുണ്ട്? കാർബൺ മോണോക്സൈഡിനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പഠിച്ചു, കാർബൺ മോണോക്സൈഡ് നമ്മൾ പഠിച്ചു. അടുത്ത കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, കാർബണേറ്റും ബൈകാർബണേറ്റും. ഇപ്പൊ കാൽഷ്യം കാർബണേറ്റ് CaCO3 നമ്മൾ നേരത്തെ കണ്ടു. CO3 സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കാർബണേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി NaHCO3 കണ്ടിട്ടുണ്ടോ? HCO3 എന്ന് പറഞ്ഞാൽ അത് ബൈകാർബണേറ്റ് ആണ്. HCO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബൈകാർബണേറ്റ് എന്ന് പറയും. അപ്പോ കാർബൺ അടങ്ങിയിട്ടുള്ള മറ്റൊരു വിഭാഗം സംയുക്തങ്ങളാണ് ഈ പറയുന്ന കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. ഇത് മൂന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അലക്കുകാരം വാഷിംഗ് സോഡ എന്താണ് അതിന്റെ ഫോർമുല? Na2CO3 10H2O. Na2CO3 10H2O ആണ് അലക്കുകാരം, വാഷിംഗ് സോഡ. ഇനി അപ്പക്കാരം എന്ന് പറയുമ്പോൾ NaHCO3 ആണ്, സോഡിയം ബൈകാർബണേറ്റ് ആണ് അപ്പക്കാരം. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ് NaHCO3 അപ്പക്കാരം. മാർബിൾ ആണ് CaCO3. ഇത് മൂന്നും പലവട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. CaCO3 ആണ് മാർബിൾ. ഓക്കെ, അപ്പോ നമ്മൾ കാർബണിന്റെ പ്രധാന സംയുക്തങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബണേറ്റ്, ബൈകാർബണേറ്റ് ഇത്രയും കണ്ടു. ഈ കാർബണേറ്റും ബൈകാർബണേറ്റ് ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട്. മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, അങ്ങനെ ഒരുപാട് നമുക്ക് പറയാം. CO3 വന്നാൽ അത് കാർബണേറ്റ്, HCO3 വന്നാൽ അത് ബൈകാർബണേറ്റ്. ഓക്കെ, ഇനി ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റ്, ബൈകാർബണേറ്റ് ഇവന്മാരൊഴികെയുള്ള ബാക്കിയുള്ള കാർബണിക സംയുക്തങ്ങളെ നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങൾ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്ര നേരം പഠിച്ച ഇവന്മാര് എന്ത് സംയുക്തങ്ങളായിരിക്കും? ഈ പറഞ്ഞ ഇത്രയും പേര് ഇവന്മാര് എന്തായിരിക്കും? അജൈവ സംയുക്തങ്ങളാണ് അല്ലെങ്കിൽ ഇനോർഗാനിക് കോമ്പൗണ്ടുകളാണ്. ഇത്ര നേരം നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് ഇവന്മാരൊഴികെയുള്ള മറ്റ് കോമ്പൗണ്ട്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ജൈവ സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ജൈവ സംയുക്തങ്ങൾ കുറെ ഉണ്ട്. ഈ കാർബൺ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശാസ്ത്രശാഖ തന്നെ കെമിസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട്. അത്രയും സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? കാർബൺ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, കാർബണിന്റെ ബാഹ്യധമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ് ഉള്ളത്? 4 ഇലക്ട്രോൺസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. അപ്പോൾ ഇത് കാരണം ഇത് എപ്പോഴും സഹസംയോജക ബന്ധനമാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. കോവാലന്റ് ബോണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. ഇവിടെ ഒരു സംയുക്തം കാണിച്ചിട്ടുണ്ട്. ഒരു കാർബൺ ഇവിടെ ഇരിപ്പുണ്ട്. കാർബണിന്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. ഈ 4 ഇലക്ട്രോണും 4 ഹൈഡ്രജനുമായിട്ട് ഇതാ കൂടിച്ചേർന്ന് സഹസംയോജക ബന്ധനം ഫോം ചെയ്തിട്ടുണ്ട്. രാസബന്ധനം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് വേഗത്തിൽ പറയുന്നത്. രാസബന്ധനം പഠിച്ച ആൾക്കാർക്ക് ഇത് അറിയാമായിരിക്കും. ഇത് 9ാം ക്ലാസ്സിൽ തന്നെ രാസബന്ധനം പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ജോഡി ഇലക്ട്രോണുകളെയാണ് ഇവയ്ക്കിടയിൽ ഷെയർ ചെയ്യപ്പെടുന്നത് അല്ലെ. ഒരു ജോഡി ഇലക്ട്രോണുകളെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതൊരു ഏകബന്ധനമാണ്. ഓക്കെ, ഇതൊരു ഏകബന്ധനമാണ്, സിംഗിൾ ബോണ്ടാണ്. ഇനി അടുത്തൊരു സംയുക്തം നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ 2 ബോണ്ട് വരുന്നുണ്ട്. കണ്ടോ, 2 ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ദ്വിബന്ധനമാണ് അല്ലെങ്കിൽ ഡബിൾ ബോണ്ടാണ്. അടുത്ത സംയുക്തത്തിനകത്ത് ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ 3 ബോണ്ട് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. 3 സെറ്റ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. 3 ജോഡി ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു ത്രിബന്ധനമാണ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പൊ ഇങ്ങനെ എല്ലാതരം ബന്ധനങ്ങളും ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ കാർബണിന് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്തൊക്കെ ആര് മാത്രമേ ഉള്ളൂ? കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ അല്ലെ. കാർബണും ഹൈഡ്രജനും മാത്രമുള്ള സംയുക്തങ്ങളാണ് നമുക്ക് ഈ ടേബിളിൽ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ കാർബണും ഹൈഡ്രജനും മാത്രം ഉള്ള കോമ്പൗണ്ട്സ് സംയുക്തങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ്. എന്താണ് പറയുന്നത്? ഹൈഡ്രോ കാർബൺസ് എന്ന് പറയും.
കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ. ഓക്കെ, ഹൈഡ്രോ കാർബണുകൾ. അടുത്ത PYQ ആയിട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് കാറ്റിനേഷൻ. കാറ്റിനേഷൻ. ഓക്കെ, കാറ്റിനേഷൻ എന്താണ് കാറ്റിനേഷൻ? ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവാണ് കാറ്റിനേഷൻ. അപ്പൊ ഒരേ മൂലകത്തിന്റെ തന്നെ ആറ്റങ്ങൾക്ക് പരസ്പരം, അതായത് ഇപ്പൊ കാർബൺ ആണെങ്കിൽ ഈ കാർബൺ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ബന്ധിച്ച് എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാൻ, പരസ്പരം ബന്ധപ്പെടാനുള്ള കഴിവിനാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. മറ്റു മൂലകങ്ങളെയൊക്കെ അപേക്ഷിച്ച് കാർബണിന് കാറ്റിനേഷനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കൂ, പല രൂപത്തിലുള്ള പല തരത്തിലുള്ള കോമ്പൗണ്ട്സിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയൊക്കെ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഹൈഡ്രോ കാർബൺസിന്റെ ഉദാഹരണങ്ങളാണ്. ഇതെല്ലാം എന്തിന്റെ ഉദാഹരണങ്ങളാണ്? ഹൈഡ്രോ കാർബൺസിന്റെ ഉദാഹരണങ്ങളാണ്. ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഹൈഡ്രോ കാർബൺസിന്റെ ഉദാഹരണമാണ്. അപ്പോൾ ഈ കാർബൺ ആണ് ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് ഈ കാർബൺ ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർബണിന്റെ സംയോജകത 4 ആണ് അല്ലെ, അതൊരു കാരണമാണ്. കാറ്റിനേഷന്റെ കഴിവ് കൂടുതലാണ്, കാർബണിന് ഇങ്ങനെ പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് കൂടുതലാണ്, അതൊരു കാരണമാണ് ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാവാൻ വേണ്ടി. കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഏകബന്ധനം പറ്റും, ദ്വിബന്ധനം പറ്റും, ത്രിബന്ധനം പറ്റും. അങ്ങനെ എല്ലാ ടൈപ്പ് ബോണ്ടുകളും കാർബൺ ആറ്റങ്ങൾക്കിടയിൽ പറ്റും, അതും ഒരു കാരണമാണ്. കാർബൺ ആറ്റങ്ങൾ പരസ്പരം സംയോജിച്ച് ശൃംഖലാ രൂപത്തിലോ വലയ രൂപത്തിലോ ശാഖകളോട് കൂടിയതോ ആയ നിരവധി സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ നോക്കൂ, ഇതിപ്പോ വെറുതെ ചെയിൻ ഫോമിൽ ശൃംഖലാ രൂപത്തിൽ ഫോം ചെയ്തിരിക്കുന്നു. ഇവിടെ നോക്ക്, ഇവിടെ ഒരു ക്ലോസ്ഡ് ആയിട്ട് വലയ രൂപത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവന്മാര് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അടുത്ത് ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പം ബ്രാഞ്ച് വരുന്നുണ്ടോ, മെയിനിൽ നിന്ന് തന്നെ പല പല ബ്രാഞ്ചസ് പോകുന്നുണ്ടോ, പല പല ശാഖകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സംയോജിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ സംയോജിക്കുന്നത് കൊണ്ടാണ് ഈ കാർബണിന് ഒരുപാട് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ നമ്മൾ നേരത്തെ ഹൈഡ്രോ കാർബൺസിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ കാർബണിന്റെ പലതരം, കാർബൺ മാത്രം ഉള്ള, കാർബണിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ കെമിസ്ട്രിയിലുണ്ടെന്ന് നീ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അത് അറിയപ്പെടുന്ന പേരാണ് കാർബണിക രസതന്ത്രം അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് രസതന്ത്രം അല്ലെങ്കിൽ കാർബണിക രസതന്ത്രം അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് കാർബൺ സംയുക്തങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അത്രയും വലിയ ആളാണ് കാർബൺ എന്ന് മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ പരീക്ഷകൾക്ക് ഈ ഒരു 9ാം ക്ലാസ്സിലെ കാർബണിന്റെ ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഈ കാർബണുമായി ബന്ധപ്പെട്ട് ഐസോമെറിസവും നാമകരണവും ഒക്കെ വരുന്ന ഒരു വലിയൊരു ചാപ്റ്റർ ഉണ്ട്. LP-UP-കാരൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ആ പറയുന്ന 10ാം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്ററും കൂടി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.